പാർലമെന്റിൽ നിർണായക ബില്ലുകൾ എത്തുമ്പോൾ രാഹുൽ ഗാന്ധി രാജ്യം വിട്ടു. തൊഴിലുറപ്പ് ബില്ലടക്കം പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി ജർമ്മനിയിലാണ്. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, സുപ്രധാനമായ എല്ലാ സംഭവങ്ങൾ നടക്കുമ്പോഴും രാഹുൽ ഗാന്ധി ഈ രാജ്യത്തുണ്ടായിരുന്നില്ല. നമുക്കറിയാം, ദില്ലിയിൽ അതിജീവിതയുമായി ബന്ധപ്പെട്ട സമരം, ദില്ലിയെ ഏറ്റവും പ്രകമ്പനം കൊള്ളിച്ച സമരം നടക്കുന്ന സമയത്ത് പോലും രാഹുൽ ഗാന്ധി രാജ്യത്തുണ്ടായിരുന്നില്ല. എന്താണ് ഇപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിദേശയാത്ര? ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഇത്തരം വിദേശയാത്രകൾ വലിയ വിവാദങ്ങളിലേക്ക് തന്നെയാണ് വഴിവെക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം വിദേശയാത്രകൾ നടത്തുന്നത്. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ജർമ്മനിയിലേക്കാണ് ഇത്തവണ പോയിരിക്കുന്നത്. അവിടെ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയുമായി ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ജർമ്മനിയിലേക്ക് എത്തുന്നത്. പക്ഷേ ആ ജർമ്മനി സന്ദർശനം എന്ന് പറയുന്നത് പോലും ഏറ്റവും നിർണായകമായിട്ടുള്ള ദിവസങ്ങളിൽ തന്നെയാണ്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനായിട്ടുള്ളൊരു ശ്രമം മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ അതിനെതിരെ ഏറ്റവും വലിയൊരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം നടക്കുന്നു. പാർലമെൻറ്റിൽ തന്നെ പ്രതിപക്ഷത്തിനായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. എന്നിട്ട് പോലും രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ സഭാ സമ്മേളനത്തിന് എത്തുന്നില്ല. പതിവ് പോലെ വിദേശ യാത്രയിലേക്ക് പോകുന്നു. ഇതൊക്കെ തന്നെ കോൺഗ്രസിനകത്തും വലിയ തോതിലുള്ള ഒരു വിമർശനത്തിനൊക്കെ തന്നെ, അതൃപ്തിക്കൊക്കെ തന്നെ വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന നേതാവൊക്കെ ആയിട്ടുള്ള പൃഥ്വിരാജ് ചവാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് കൂടുതൽ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന വിമർശനമൊക്കെ അദ്ദേഹത്തിൻ്റെ ചവാൻ്റെ ഭാഗത്ത് നടക്കം ഉണ്ടാകുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പാർലമെന്റിന്റെ ഒരു അസാന്നിധ്യം വലിയ തോതിൽ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചൊരു വിമർശനം ഉയർന്നു വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി വളരെ ക്ഷുഭിതയായിട്ടാണ് അതിന് പ്രതികരിച്ചത്. പ്രധാനമന്ത്രിക്ക് എപ്പോഴും വിദേശത്ത് പോകാൻ കഴിയും, രാഹുൽ ഗാന്ധി പോകുമ്പോൾ മാത്രമാണല്ലോ നിങ്ങൾക്ക് പ്രശ്നമെന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചിരുന്നു. ഷമി, അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയായാലും കോൺഗ്രസിൻ്റെ മറ്റ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. പക്ഷേ അത്തരത്തിൽ അവരൊക്കെ രംഗത്ത് വരുമ്പോൾ പോലും ഇപ്പോൾ തന്നെ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്നത് അത്രത്തോളം വലിയ പ്രതിഷേധങ്ങളിലേക്ക് വഴിവെച്ച ഒരു സാഹചര്യം തന്നെയാണ്. ഇതിൻ്റെ പേര് മാറ്റി റാം ജി എന്ന് പറഞ്ഞ ബില്ലിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് മുന്നിൽ നിന്ന് പ്രതിപക്ഷത്തെ നയിക്കേണ്ട ആൾ കൂടിയാണ്. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം അവരുടെ MP-മാർക്ക് 3 ദിവസത്തെ വിപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഇതൊന്നും തന്നെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ബാധകമല്ലാതാവുകയും പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന വിമർശനമാണ് ശക്തമായി ഉയരുന്നത്. ഷമി, തീർച്ചയായും അത് തന്നെയാണ്. ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാനുള്ള ഒരു ശേഷി തനിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി തെളിയിക്കുകയാണ്. പ്രധാനപ്പെട്ട സമയങ്ങളിലൊന്നും അദ്ദേഹം ഉണ്ടാകുന്നില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അദ്ദേഹം ബീഹാറിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയത്. അതടക്കമുള്ള വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന വിമർശനം ഓരോ ദിവസവും അദ്ദേഹം അടിവരയിടുകയാണ്. വിഷ്ണു, ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു പാർലമെൻറ്റ് സമ്മേളനം മാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളുടെ സമയത്തായാൽ പോലും രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്ന നിലപാട് ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുന്നേയാണ് വോട്ടറധികാർ യാത്ര രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. പക്ഷേ ആ വോട്ടറധികാർ യാത്രയ്ക്ക് ശേഷം ഏകദേശം 2 മാസം പിന്നിടുമ്പോഴാണ് ഏതാനും കുറഞ്ഞ ദിവസങ്ങളിലേക്ക്, ചില ദിവസങ്ങളിൽ മാത്രമായി രാഹുൽ ഗാന്ധി ബീഹാറിൽ ഒരു
തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നത്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കുക, പാതി വഴിക്ക് മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോകുക, ഇത്തരമൊരു നിലപാടാണ് രാഹുൽ ഗാന്ധി തുടരുന്നത്. അത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, മറ്റ് പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ സമാനമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ കാണുന്നതാണ്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ഇന്നത്തെ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്. കാരണം പ്രതിപക്ഷ നേതാവാണ്, ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ബില്ല് മോദി സർക്കാർ അവരുടെ ഒരു അജണ്ടയായിട്ടുള്ള ഒരു ബില്ല് പാസ്സാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ പ്രതിരോധം തീർക്കേണ്ട, മുന്നിൽ നിന്ന് നയിക്കേണ്ട പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി വിദേശ യാത്രയിലേക്ക് പോകുന്നത്. എന്തായാലും അതിലൊക്കെ വലിയ വിമർശനമാണ് ഷമി ഉയർന്നു വരുന്നത്. വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.